ഭൂരഹിതരില്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. മാന്നാർ കുരട്ടിശ്ശേരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ മേഖലയും ഡിജിറ്റൽ വൽക്കരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പട്ടയ മിഷൻ വഴി കേരളത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സങ്കീർണമായ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാവർക്കും ഭൂമി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അതിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതോടൊപ്പം ഡിജിറ്റൽ റീസർവേ പദ്ധതിയും അതിവേഗം പുരോഗമിക്കുകയാണ്. 848 കോടി രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന ഡിജിറ്റൽ റീസർവേ തുടങ്ങി ഒരു വർഷക്കാലം കൊണ്ട് തന്നെ 2,17,000-ഓളം ഹെക്ടർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനായി എന്നത് അഭിമാന നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു. 2.5 വർഷക്കാലത്തിനിടയിൽ 2 വർഷക്കാലം പൂർത്തീകരിച്ചപ്പോൾ 2.25 ലക്ഷത്തോളം പട്ടയങ്ങൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യാൻ. ഇപ്പോൾ 30,000 പട്ടയങ്ങൾ കൂടി തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാസത്തോടെ 2.5 വർഷക്കാലം പിന്നിടുന്ന ഗവൺമെന്റിന്റെ 2.5 വർഷക്കാലത്തിന്റെ ഭരണത്തിനിടയിൽ 1.5 ലക്ഷം പേരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന അപൂർവമായ ബഹുമതിക്ക് കേരളത്തിലെ ഈ ഗവൺമെന്റ് വിധേയമാവുകയാണ്. എല്ലാവർക്കും ഭൂമി നൽകുന്നതോടൊപ്പം തന്നെ ഭൂമിയുടെ രേഖകളും വളരെ പ്രധാനമാണ്. കേരളത്തിൽ 1967 ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ നടപടികൾ ദീർഘമായ കാലം കഴിഞ്ഞിട്ടും 950 വില്ലേജുകളിൽ മാത്രം എത്തി നിൽക്കുന്ന വിധത്തിലാണിപ്പോൾ കേരളത്തിലുള്ളത്. ഡിജിറ്റലൈസ് ആക്കുന്നത് വഴി സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തനവും സേവനങ്ങളും കൂടുതൽ സുഗമമാകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സർക്കാർ ഓഫീസുകൾക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് ഡിജിറ്റലൈസായി മാറുകയാണ്. ഇതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വർഷം നമ്മൾ 3 സ്കൂളുകൾക്ക് ആധുനികമായിട്ടുള്ള വായന ലൈബ്രറി ഈ വർഷം 3 സ്കൂളുകളുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വായിക്കാനുള്ള പുതിയ ആധുനിക ലൈബ്രറി, അതിൽ ഡിജിറ്റൽ ലൈബ്രറി സിസ്റ്റം ഉൾപ്പെടെയാണ്. ലോകത്തെ എല്ലാ പുസ്തകവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ പറ്റും. സ്കൂളിൽ എല്ലാ പുസ്തകവും അരിവൃത്തത്തെ പറ്റി പഠിക്കണം. സ്കൂളിൽ നോക്കിയാൽ അരിവൃത്തം. ചെങ്ങന്നൂർ ഗവൺമെന്റ് ITIയുടെ ക്യാമ്പസുകൾ ആധുനികവൽക്കരിക്കുമെന്നും ആല, തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തുകൾക്കായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. യോഗത്തിൽ നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ ജോസ് ജെ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ലാൻഡ് റവന്യൂ കമ്മീഷണർ A കൗശികൻ, മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ്, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം, മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ S അമ്പിളി, ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തിനി ബാലകൃഷ്ണൻ, ജനപ്രതിനിധികൾ, മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന 1600 ചതുരശ്രയടി വിസ്തീർണമുള്ള ഇരുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ 3 മുറികളും മുകൾ നിലയിൽ 1 മുറിയുമാണുള്ളത്. ജപ്തിയിൽ നഷ്ടപ്പെടുമായിരുന്ന കിടപ്പാടം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് മാന്നാർ കുട്ടമ്പേരൂർ 11-ാം വാർഡ് വിനോദ് ഭവനത്തിൽ ഓമനക്കുട്ടനും കുടുംബവും. ഇവരുടെ ദയനീയാവസ്ഥ KCV ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട കുട്ടമ്പേരൂർ സ്വദേശിയായ പ്രവാസി മലയാളിയാണ് സഹായവുമായി എത്തിയത്. രോഗം മൂലം ജോലി ചെയ്യാനാകാതെ വിഷമിക്കുന്ന ഓമനക്കുട്ടനും ഭാര്യ സുകുമാരിയും വാഹനാപകടത്തെ തുടർന്ന് ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റിയതിനാൽ ക്രച്ചസിന്റെ സഹായത്തോടെ ജീവിക്കുന്ന മകൻ വിനോദ് കുമാർ മടങ്ങിയ കുടുംബമാണ് ദുരിതത്തിൽ കഴിഞ്ഞിരുന്നത്. കുട്ടമ്പേരൂർ 611 നമ്പർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഇവർ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ കിടപ്പാടം ജപ്തി ഭീഷണിയിലുമായി. കുടിശ്ശിക ഏറിയതോടെ പലവട്ടം ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു. അദാലത്തിലും തീർപ്പാക്കാൻ കഴിയാതെ വന്നതോടെ മുതലും പലിശയും ഉൾപ്പെടെ 2,30,512 രൂപ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഈ കുടുംബം കണ്ണീരോടെ കഴിയുകയായിരുന്നു. ഇവരുടെ ദുരവസ്ഥ KCV ന്യൂസ് അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട കുട്ടമ്പേരൂർ സ്വദേശിയായ പ്രവാസി മലയാളി അദ്ദേഹത്തിന്റെ സുഹൃത്തു മുഖേന ബാങ്കിൽ ബന്ധപ്പെടുകയും 1,70,000 രൂപ അടയ്ക്കുകയും ചെയ്തു. ബാക്കി തുകയായ 60,512 രൂപയിൽ പലിശ ഇളവ് കഴിച്ചുള്ള 11,200 രൂപ കുട്ടമ്പേരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതു നന്മ ഫണ്ടിൽ നിന്നും അടയ്ക്കുകയും ചെയ്തതോടെയാണ് ജപ്തി ഭീഷണിയിൽ നിന്നും ഈ കുടുംബം കരകയറിയത്. 3-4 തവണ അടച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ശ്രീ ഓമനക്കുട്ടന് ജോലി ചെയ്യാൻ വയ്യാത്ത അസുഖവും മകന് വിനോദിന് വണ്ടി ആക്സിഡൻറ്റുമൊക്കെ ആയി വായ്പാ തുക അടയ്ക്കാതെ വർഷങ്ങളായി കിടക്കുകയായിരുന്നു. അങ്ങനെ ബാങ്ക് നിയമ നടപടിയിലേക്ക് കടക്കേണ്ട സമയമായപ്പോൾ ഒരു വിദേശ മലയാളി
അദ്ദേഹം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടതും അപ്പം ബാങ്ക് എത്ര ഇളവ് കൊടുക്കാമെന്ന് അദ്ദേഹം ചോദിച്ചു. അതനുസരിച്ച് ബാങ്ക് പരമാവധി മുഴുവൻ പലിശയും ഇളവ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു ഭരണസമിതി. അപ്പോഴും 11,000 രൂപ കുറവുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൻ്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും ആ 11,000 രൂപയുടെ കൊടുത്ത് ബാങ്ക് സെക്രട്ടറി PR സജികുമാർ ഓമനക്കുട്ടന്റെ വീട്ടിലെത്തി ഭാര്യ സുകുമാരിക്ക് വസ്തുവിന്റെ ആധാരം കൈമാറി. തങ്ങളെ ജപ്തി ഭീഷണിയിൽ നിന്ന് രക്ഷിച്ച ആ നല്ല മനസ്സിന്റെ ഉടമയ്ക്കും ഇതിനുള്ള വഴി തെളിച്ച മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയുകയാണ് ഓമനക്കുട്ടനും കുടുംബവും. നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ മലയാളി ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് ഞങ്ങളുടെ പ്രമാണം വീണ്ടും കിട്ടി. ബാങ്കും സഹായിച്ചു. ബാങ്ക് വിളവ് തന്നതുകൊണ്ട് ഞങ്ങളുടെ ജപ്തിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തന്നു. ഒഴിവാക്കി കിട്ടിയതിന് ഞങ്ങളെല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. 100 നന്ദി. ഞങ്ങളെപ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങളെപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരുണ്ട്. ഞങ്ങളെ സഹായിച്ചവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നുണ്ട്, എപ്പോഴും ഓർക്കും. ചങ്ങനാശ്ശേരി നഗരസഭയിൽ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. മാലിന്യ നിർമ്മാർജ്ജനം, ആരോഗ്യം, കുടിവെള്ളം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് ഭരണസമിതി മുമ്പാകെ അവതരിപ്പിച്ചത്. ചങ്ങനാശ്ശേരി നഗരത്തിന്റെ പൈതൃകത്തിനും പാരമ്പര്യത്തിനും അനുസൃതമായ പുരോഗതി മുന്നിൽ കണ്ടാണ് താൻ ബജറ്റ് വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് ആമുഖ പ്രസംഗത്തിൽ മാത്യൂസ് ജോർജ് പറഞ്ഞു. 2.24 കോടി രൂപ, 2,24,00,000 രൂപ അമൃത് പദ്ധതിയിലൂടെ കുളങ്ങളുടെ നവീകരണത്തിനായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചിത്രകുളം വാർഡ് 29, നരിക്കുളം വാർഡ് 3, താമരക്കുളം വാർഡ് 35, മൂശാരിപ്പാറക്കുളം വാർഡ് 10, തിരുമല ക്ഷേത്രക്കുളം വാർഡ് 15, വാസുദേവപുരം കുളം വാർഡ് 23 എന്നീ കുളങ്ങളുടെ നവീകരണത്തിനായാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഈ തുകയുടെ പകുതി കേന്ദ്ര പദ്ധതിയായ അമൃത് പദ്ധതിയിൽ നിന്ന് വിനിയോഗിക്കുമ്പോൾ ബാക്കി പകുതി 75% സംസ്ഥാന സർക്കാരും 25% തുക നഗരസഭയുമാണ് വഹിക്കുന്നത്. 100,73,26,427 രൂപ ആകെ വരവും 97,25,50,050 രൂപ ആകെ ചെലവും 3,48,21,377 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് മാത്യൂസ് ജോർജ് അവതരിപ്പിച്ചത്. ചങ്ങനാശ്ശേരി നഗരസഭയിൽ 100 കോടി രൂപയ്ക്ക് മുകളിൽ വരവ് പ്രതീക്ഷിക്കുന്ന ആദ്യ ബജറ്റാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ചെയർപേഴ്സൺ ബീന ജോബിയുടെ അധ്യക്ഷതയിലായിരുന്നു ബജറ്റ് അവതരണ യോഗം. ചന്തമുള്ള ചങ്ങനാശ്ശേരി, ചങ്കാണ് ചങ്ങനാശ്ശേരി എന്ന ആപ്തവാക്യവുമായി ചങ്ങനാശ്ശേരിയെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കേരള കരമാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കുന്ന വഴി ലെഗസി മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കുന്നതിന് സാധിക്കും. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം വഴി മാലിന്യം ഉറവിടത്തിൽ തന്നെ വേർതിരിച്ച് ശേഖരിച്ച് സംസ്കരിക്കുന്നത് തുടർന്നു വരുന്നു. മാലിന്യം കുന്നുകൂടി കിടന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി ചെടികൾ വെച്ച് പിടിപ്പിച്ച് സ്നേഹാരാമം തീർത്ത നഗരപ്രദേശത്തെ സ്കൂളുകളിലെയും കോളേജുകളിലെയും NSS യൂണിറ്റുകളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ച് ഗ്രാമപഞ്ചായത്തുകളും. ചമ്പക്കുളം, മുട്ടാർ, നെടുമുടി ഗ്രാമപഞ്ചായത്തുകളിൽ വ്യാഴാഴ്ചയായിരുന്നു ബജറ്റ് അവതരണം. എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകിയുള്ള ബജറ്റാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ് അവതരിപ്പിച്ചത്. ആകെ 21,46,14,296 രൂപ വരവും 20,76,48,438 രൂപ ചെലവും 72,65,858 രൂപ നീക്കി ബാക്കിയുമുള്ളതാണ് കരട് ബജറ്റ്. ആകെ ചെലവുകൾ 20,76,48,438, നീക്കി ബാക്കിയിരുപ്പ് 72,65,858. വസ്തുനികുതി 24-25 പ്രതീക്ഷ 43,50,620 രൂപ. തൊഴിൽ നികുതി 24,89,710. ആകെ നികുതി വരവ് 68,40,330. പശ്ചാത്തല മേഖലയ്ക്ക് 1,12,91,500 രൂപയും സേവന മേഖലയിൽ 10,79,49,959 രൂപയും ഉത്പാദന മേഖലയ്ക്കായി 39,67,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ശുചിത്വ പരിപാലനത്തിന് MCF നിർമ്മാണത്തിനായി 50 ലക്ഷം, വാർഡുകളിൽ സ്ട്രീറ്റ് മെയിൻ വലിച്ച് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് 24,61,500 രൂപ, ലൈഫ് മിഷൻ ഭവന പദ്ധതിക്കായി 4,74,54,000 രൂപ,
റോഡുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1,35,30,000 രൂപ, തോടുകളുടെ ആഴം കൂട്ടി ശുചീകരണത്തിന് 16,17,000 രൂപ, കുഴൽക്കിണറുകൾക്കായി 10 ലക്ഷം രൂപ എന്നിങ്ങനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ രാവിലെ 10:30 ആരംഭിച്ച യോഗത്തിൽ പ്രസിഡന്റ് TG ജലജകുമാരി ബജറ്റ് പ്രസംഗം നടത്തി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് മായാദേവി, ബെന്നി വർഗീസ്, ഫില്ലമ്മ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി PK അനിൽകുമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ കാർഷിക, മൃഗസംരക്ഷണ, ക്ഷീരവികസന മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. 51,75,400 രൂപ ഈ മേഖലയ്ക്ക് വകയിരുത്തിയിട്ടുണ്ട്. 17.15 കോടി രൂപ വരവും 17.04 കോടി രൂപ ചെലവും 10.5 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ്. അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, സ്ത്രീ സുരക്ഷ, ആരോഗ്യ സംരക്ഷണം, SC വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതി, സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എന്ന ലക്ഷ്യങ്ങൾക്കും മുൻഗണന നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് സുരമ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കും പട്ടികജാതി ക്ഷേമം, ഭവന നിർമ്മാണം എന്നിവയ്ക്കും മുൻഗണന നൽകിയുള്ള ബജറ്റാണ് നെടുമുടി ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് വർഗീസ് ജോസഫ് വല്യാക്കൽ അവതരിപ്പിച്ചത്. 22,90,09,332 രൂപ വരവും 21,50,01,000 രൂപ ചെലവും 59,80,332 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്നതാണ് 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ്. വാട്ടർ ചാർജ് നൽകുന്നതിനായി 25 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. ശുചിത്വം, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആകെ 10 ലക്ഷം രൂപ ശുചിത്വ പദ്ധതികൾക്കായി നീക്കിവെച്ചിരിക്കുന്നു. ഘടക സ്ഥാപനങ്ങളുടെ പശ്ചാത്തല സൗകര്യം, വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ ആസ്തികളുടെ പരിപാലനത്തിനായി 10 ലക്ഷം രൂപയും നീക്കിവെച്ചിരിക്കുന്നു. യുവജനക്ഷേമം, സ്പോർട്സ് എന്നിവയ്ക്കായി യഥാക്രമം 2 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയും നീക്കിവെച്ചിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി K ബിജു, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ കേരളത്തിനോട് പകപോക്കൽ നയമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ആരോപിച്ച് LDF ചമ്പക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. മങ്കൊമ്പിൽ നടത്തിയ പരിപാടി CPIM ജില്ലാ കമ്മിറ്റി അംഗം മുൻ MLA KK ഷാജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, അതിനുവേണ്ടി സമരം, അല്ലാതെ നരേന്ദ്രമോദിയെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും അവിടെ കൊണ്ടിരുത്താൻ വേണ്ടിയിട്ടല്ല. അത് ജനങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അത് പിന്നാലെ വരുന്നുണ്ട്. അത് ജനങ്ങൾ ഇത്ര ഭംഗിയായി നിറവേറ്റും. നരേന്ദ്രമോദിയെ മാറ്റാൻ വേണ്ടിയുള്ള സമരമല്ല, അതിജീവനത്തിനായിട്ടുള്ള സമരമാണ്. കേരളത്തിന്റെ മക്കൾക്ക് ഈ മണ്ണിൽ, ഈ പിറന്ന മണ്ണിൽ, ഇവിടെ ജനിച്ച് ഇവിടെ വളർന്നു ഇവിടെ തന്നെ അവസാനിക്കേണ്ട കേരളത്തിന്റെ മക്കൾക്ക് ന്യായമായി ലഭിക്കേണ്ട കേന്ദ്രവിഹിതം അത് കൃത്യമായി തരണം. അത് തന്നെയാണ് ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യം. 57,000 കോടി രൂപയാണ് കേരളത്തിന് അർഹമായിട്ടുള്ളത് കേന്ദ്രം തരാതിരിക്കുന്നു. ചോദിക്കുന്നത് നരേന്ദ്രമോദിയുടെ കുടുംബ വിഹിതമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ജനസംഖ്യ ആനുപാതികമായി GDPയുടെ അടിസ്ഥാനത്തിൽ ഒക്കെ കേരളത്തിൽ ലഭിക്കേണ്ട ഇവിടുന്ന് പിടിച്ചോണ്ട് പോകുന്നത് തിരിച്ചു തരണം മാന്യമായിട്ട്. അതാ പറയുന്നത്. യോഗത്തിൽ CPI മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം B ലാലി അധ്യക്ഷനായിരുന്നു. LDF നേതാക്കളായ P സജിമോൻ, KG അരുൺകുമാർ, തോമസ് ജോസഫ്, ജിജോ തോമസ് നെല്ലുവേലി, അഗസ്റ്റിൻ ജോസഫ്, TG ജലജകുമാരി, G രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര അവഗണനയിലും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബഹുജന സദസ്സ് സംഘടിപ്പിച്ചത്. കാവാലം പഞ്ചായത്ത് 1-ാം വാർഡ് സ്വദേശിനിയും നിയമവിദ്യാർത്ഥിനിയുമായിരുന്ന ആതിര തിലകിന്റെ ദുരൂഹ മരണത്തിൽ കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് S ശരത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആതിരയുടെ മരണത്തിൽ കുറ്റാരോപിതനായ DYFI നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ച്. ആതിരയുടെ ദുരൂഹ മരണക്കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന് S ശരത് ആരോപിച്ചു.
എന്നെ ശ്രമിക്കുന്നവർ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകന്റെ ഒരു പാർട്ടിക്കാരൻ്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായാൽ ഞാനെന്നല്ല എല്ലാ പാർട്ടിക്കാരും ഓടിയെത്താറുണ്ട്. ഇത് ഒരിക്കലും ഒരു സാധാരണ വർണ്ണമല്ലെന്ന് നാട് മുഴുവൻ അറിഞ്ഞൊരു സംഭവം. ആത്മഹത്യ ആയിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ, CPM-ന്റെ പഞ്ചായത്ത് മെമ്പർ തൻ്റെ പാർട്ടി LC സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ മകളുടെ പോസ്റ്റ്മോർട്ടത്തിന് നിങ്ങൾ കൂടി ഒന്ന് പോകണമെന്ന് പറയുമ്പോൾ അത് അദ്ദേഹം ഡിലേ ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോഫിൻ ജേക്കബ് മാർച്ചിന് നേതൃത്വം നൽകി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV രാജു, DCC ജനറൽ സെക്രട്ടറി K ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ജനുവരി 5-നായിരുന്നു ആതിരയെ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. നെൽകർഷകരെ പാടെ അവഗണിച്ച ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് കുട്ടനാട്ടിൽ നിന്നുള്ള കർഷക കോൺഗ്രസ് നേതാക്കൾ. അലക്സ് മാത്യു, PR സലീംകുമാർ എന്നിവരാണ് ഇത് സംബന്ധിച്ച് KCV ന്യൂസ് പ്രതിനിധിയോട് പ്രതികരിച്ചത്. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് കർഷകരെ ആകെ നിരാശപ്പെടുത്തുന്ന ഒന്നായി മാറിയെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു പറഞ്ഞു. നെൽകൃഷി മേഖലയിലെ തകർച്ച എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമായിരുന്നിട്ടുകൂടി അതിനൊരു പരിഹാരം കാണാനുള്ള യാതൊരു നിർദ്ദേശവും ബജറ്റിലില്ലെന്ന് അലക്സ് മാത്യു കുറ്റപ്പെടുത്തി. ഈ ബജറ്റിനോടനുബന്ധിച്ച് നെൽകൃഷിക്കാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. കാരണം നെൽകൃഷി മേഖലയിലെ തകർച്ച അത് എല്ലാവർക്കും വ്യക്തമാണ്. എല്ലാ നേതാക്കന്മാർക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും, ഗവൺമെൻറ്റിനും മന്ത്രിമാർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും അത്യന്താപേക്ഷിതമായി സഹായം അർഹിക്കുന്ന മേഖലയാണ് നെൽകൃഷി മേഖല എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമില്ല. ഈ ബഡ്ജറ്റിൽ എന്താണ് ഒന്നുമില്ല എന്ന് വന്നിരിക്കുന്നു. കാർഷിക മേഖലയിൽ, നെൽകൃഷി മേഖലയിൽ എന്താണ് പുതിയതായി ഉള്ളത്? ഈ ബഡ്ജറ്റിലൂടെ പ്രതീക്ഷിച്ചിരുന്നത് നെല്ലുവില വർദ്ധിക്കുമെന്നാണ്. കൃഷിച്ചെലവ് വർദ്ധിക്കുകയാണ്. വളത്തിൻ്റെയും കീടനാശിനിയുടെയും വില വർദ്ധിക്കുകയാണ്. കൂലിച്ചെലവ് വർദ്ധിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മേഖലയിൽ സ്വാഭാവികമായും നെല്ലിൻ്റെ വില വർദ്ധിപ്പിക്കണം, കൈകാര്യ ചെലവ് കൂടുതലായി നൽകണം, കിട്ടാനുള്ള പമ്പിംഗ് സബ്സിഡി ഉൾപ്പെടെയുള്ളത് കിട്ടണം. ഒരു പ്രതീക്ഷയും ഈ രംഗത്തില്ല. കുട്ടനാടിൻ്റെ പുരോഗതിക്കായി ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മീഷൻ മുന്നോട്ട് വച്ചിട്ടുള്ള ശുപാർശകൾ പരിഗണിക്കാൻ പോലും ധനമന്ത്രി തയ്യാറായില്ലെന്നും അലക്സ് മാത്യു വിമർശനം ഉന്നയിച്ചു. സംസ്ഥാന ബജറ്റ് സംബന്ധിച്ച് സമാനമായ ആരോപണമാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം PR സലീംകുമാറും ഉന്നയിച്ചത്. നെല്ല് സംഭരണം കാര്യക്ഷമമായി നടത്താനുള്ള യാതൊരു നിർദ്ദേശവും ബജറ്റിലില്ലെന്ന് സലീംകുമാർ പറഞ്ഞു. ഉൽപാദന ചെലവും കൈകാര്യ ചെലവും വർദ്ധിച്ചിട്ടും നെല്ലിൻ്റെ താങ്ങുവിലയിൽ വർധനവ് കൊണ്ടുവരുവാൻ സർക്കാരിന് കഴിയാത്തത് കർഷകരോടുള്ള ദ്രോഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ കർഷകരുടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം 1500 കോടി രൂപയെങ്കിലും ബഡ്ജറ്റിൽ വകയിരുത്തി പ്രത്യേകമായ നീക്കിവെച്ച് വെച്ചെങ്കിൽ മാത്രമേ ഈ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പണം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുവരെയായിട്ടും കഴിഞ്ഞ രണ്ടാം കൃഷിയുടെ പണം ഇതുവരെയായിട്ടും വിതരണം ചെയ്ത് തീർന്നിട്ടില്ല. ഇപ്പോഴും പണം കിട്ടാൻ കിടക്കുക. പിന്നെ ബഡ്ജറ്റിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് പാസ്സാക്കിയത്. അത് ജനങ്ങളെ വെറും മണ്ടന്മാരാക്കുന്ന ഒരു ബഡ്ജറ്റിൽ ഇതിത്ര കണ്ട് ഈ സർക്കാർ കയറിയിട്ട് പല ബഡ്ജറ്റും വന്നിട്ടും കർഷകരെ ദ്രോഹിക്കുന്ന ഒരു ബഡ്ജറ്റാണ് വീണ്ടും ആവർത്തിച്ച് വന്നിരിക്കുന്നത്. അന്ന് കർഷകർക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു. ഇത്തവണത്തെ ബഡ്ജറ്റിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് വെച്ച്, പക്ഷേ ചെയ്തിട്ടില്ല. നെല്ലിൻ്റെ വിലയില്ല. നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ പണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിച്ചപ്പാത്രമായിട്ട് ബാങ്കിൽ കയറി ഇറങ്ങണം. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാലും പണം കിട്ടാൻ ബുദ്ധിമുട്ടായി. ഓരോ വർഷവും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കുട്ടനാടിൻ്റെ പുരോഗതി സംബന്ധിച്ച് പരാമർശങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും യാതൊന്നും പ്രാവർത്തികമാക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുന്നില്ലെന്നും സലീംകുമാർ ആരോപിച്ചു. സംസ്ഥാനത്തെ മൃഗസംരക്ഷണ മേഖലയിലെ കർഷകരെ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപഭോക്താക്കളാക്കുന്നതിൻ്റെ ഭാഗമായി ഈ മാസം 15 വരെ KCC ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. കുട്ടനാട് താലൂക്കിലെ ക്ഷീര കർഷകരും മൃഗസംരക്ഷണ മേഖലയിലെ മറ്റു കർഷകരും കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കുന്നതിന് നിർദ്ദിഷ്ട അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് രേഖകൾ സഹിതം അതാത് വെറ്റിനറി ഡിസ്പെൻസറികളിൽ നൽകേണ്ടതാണ്. അപേക്ഷാ ഫോറം മൃഗാശുപത്രികളിൽ ലഭ്യമാണ്. സ്ത്രീരോഗ വിദഗ്ധരുടെ 46ാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ തിരുവല്ലയിൽ നടക്കും. വിജയ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനം സാഹിത്യകാരി ഖയറുന്നിസ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ഒബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക്കോളജി സൊസൈറ്റിയുടെയും ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിൻ്റെയും KFOGയുടെയും ആഭിമുഖ്യത്തിലാണ് സമ്മേളനം. ദേശീയ അന്തർദേശീയ വിദഗ്ധരുടെ നേതൃത്വത്തിൽ സ്ത്രീരോഗ വിഷയത്തിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി പ്രബന്ധ മത്സരങ്ങളും ക്വിസ് മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
സ്ത്രീരോഗ വിദഗ്ധരുടെ 46ാമത് അഖില കേരള സമ്മേളനം ആലപ്പുഴ ഓബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി സൊസൈറ്റിയുടെയും ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിൻ്റെയും കേരള ഫെഡറേഷൻ ഓഫ് ഓബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയുടെ നേതൃത്വത്തിലും തിരുവല്ല വിജയ കൺവെൻഷൻ സെൻറ്ററിൽ ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സ്ത്രീരോഗ ചികിത്സ ശരിയായ രീതിയിൽ എന്നാണ് ഞങ്ങളുടെ ആപ്തവാക്യം. പ്രശസ്ത സാഹിത്യകാരിയും കോളമിനിസ്റ്റും പ്രാസംഗികയുമായ ശ്രീമതി ഖൈറുനീസയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഏകദേശം 800 സ്ത്രീരോഗ ആളുകൾ ഇതിൽ പങ്കെടുക്കും, ഗൈനക്കോളജിസ്റ്റ് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 800ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഓർഗനൈസിംഗ് ചെയർപേഴ്സൺമാരായ ഡോക്ടർ ലളിതാംബിക കരുണാകരൻ, ഡോക്ടർ സംഗീത മേനോൻ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കമായി. 3.9 കോടി രൂപ ചെലവിൽ 3 നിലകളിലായാണ് നിർമ്മാണം. 11 ക്ലാസ് മുറികളും 1 ഡൈനിങ് ഹാളും 3 ടോയ്ലറ്റ് ബ്ലോക്കുകളും സ്റ്റെയർ റൂമുകളും ഉൾപ്പെടുന്ന കെട്ടിടം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പൂർത്തിയാക്കുക. HSLM MLA നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാലയത്തിലേക്ക് ഇന്ന് കുട്ടികളെണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നോക്കിയാൽ കാണാം, കണക്ക് നോക്കിയാൽ കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് കെട്ടിടം പൂർത്തീകരിച്ചപ്പോൾ സ്കൂളിൽ എന്തുകൊണ്ട് വീണ്ടും ഫണ്ട് അനുവദിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, ആ കെട്ടിടം നിർമ്മിക്കുന്ന കാലത്ത് നമ്മളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ കുട്ടികൾ വരുന്നു, ഡിവിഷൻ കൂടി. സ്വാഭാവികമായിട്ട് പുതിയ ക്ലാസ് മുറി ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അതുപോലെ മെച്ചപ്പെടുത്താനൊന്ന് കഴിയുന്നു എന്നുള്ളത് നമ്മുടെ ആകെ ഒരു നേട്ടമാണ്, സമൂഹത്തിൻ്റെ ആകെ ഒരു നേട്ടമായി നിശ്ചയമായി നമുക്ക് കണക്കാക്കാൻ കഴിയണം. അത് ഒരു തലമുറകളെ കരുതുക എന്ന കാര്യം വളരെ പ്രധാനമാണ്. മറ്റേതിനേക്കാളും ഏറ്റവും വിലപ്പെട്ടതാണ്. ഒരു റോഡ് പണിയുന്നതിനേക്കാളും ഒരു പാലം പണിയുന്നതിനേക്കാളും അതെല്ലാം ഒരു നിശ്ചിതമായ അളവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സ്കൂളിന് ആവശ്യമായ പണം ചെലവഴിക്കപ്പെട്ടാൽ അത് ഒരു സമൂഹത്തിൻ്റെ തലമുറകളെ കരുതിയുള്ള നമ്മുടെ മുന്നേറ്റമാണ്. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷയായി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത ബാബു, പഞ്ചായത്ത് അംഗം അജിത ശശി, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ടി ഗീതാകുമാരി, SMC ചെയർമാൻ KC ജയകുമാർ, നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള കില പ്രൊജക്ട് എഞ്ചിനീയർ ആനന്ദ് കൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പാൾ A സുമ എന്നിവർ സംസാരിച്ചു. ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റ് പ്രശാന്തി നിലയം ആലപ്പുഴ ജില്ലയിൽ നിർമ്മിച്ചു നൽകുന്ന 9 അങ്കണവാടികളുടെ താക്കോൽ ഫെബ്രുവരി 11 സർക്കാരിന് കൈമാറും. കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങുകൾ. ഫെബ്രുവരി 11 രാവിലെ 11 നടക്കുന്ന ചടങ്ങിൽ ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റ് പ്രശാന്തി നിലയം മാനേജിംഗ് ട്രസ്റ്റി RJ രത്നാകർ അംഗൻവാടികളുടെ താക്കോൽ കൃഷിമന്ത്രി P പ്രസാദിന് കൈമാറുമെന്നും തുടർന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവേൽ മന്ത്രിയുടെ പക്കൽ നിന്നും ഓരോ അംഗൻവാടികളുടെയും താക്കോൽ അതാത് പഞ്ചായത്തുകൾക്ക് കൈമാറുമെന്നും ശ്രീ സത്യസായി ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ 65 വീടുകൾ പണിത് പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ സെൻട്രൽ ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ ലേറ്റസ്റ്റായിട്ട് 9 അംഗൻവാടികൾ ആലപ്പുഴയിലെ അരൂർ മുതൽ താമരക്കുളം വരെയുള്ള സെൻറ്ററുകളിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സേവിക്കുക എന്നുള്ള സന്ദേശമാണ് ലോകത്തിന് ഭഗവാൻ ശ്രീ സത്യസായി ബാബ നൽകിയിരിക്കുന്നത്. ഒരേ ഒരു മതമേ ഉള്ളൂ, അത് സ്നേഹത്തിൻ്റെ മതമാണ്. ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ, അത് സർവ്വവ്യാപിയാണ്. ഇതാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ സത്യസായി സേവാ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംരംഭമാണ് ഈ 9 അംഗൻവാടി നിർമ്മിച്ച് ചേർത്തല, പുന്നപ്ര, ചെങ്ങന്നൂർ, മാന്നാർ, മാവേലിക്കര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അംഗൻവാടികളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ട്രസ്റ്റ് ഭാരവാഹികളായ G സതീഷ് നായർ, K രാമചന്ദ്രൻ പിള്ള, N ഉണ്ണികൃഷ്ണൻ നായർ, പ്രേംസായി ഹരിദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 4 നൂറ്റാണ്ടിന് ശേഷം പരുമലയുടെ നദീതീരങ്ങളിൽ മധുരം വിളഞ്ഞു. 5 ഏക്കറിൽ വിളഞ്ഞ കരിമ്പിൻ്റെ വിളവെടുപ്പ് പരുമലയുടെ നഷ്ടപ്പെട്ട കാർഷിക സമൃദ്ധിയുടെ തിരിച്ചുവരവായി മാറി. ഒരു കാലത്ത് പരുമലയ്ക്ക് ചുറ്റുമായി 75 ഏക്കറോളം സ്ഥലത്ത് കരിമ്പിൻ കൃഷി ഉണ്ടായിരുന്നു. ഇവിടെ വിളയുന്ന കരിമ്പ് പുളിക്കീഴ് ഷുഗർ ഫാക്ടറിക്ക് നൽകുകയായിരുന്നു പതിവ്. പിന്നീട് ഷുഗർ ഫാക്ടറിയുടെ പ്രവർത്തനം നിലച്ചതോടെ കരിമ്പ് കൃഷിയും ഇല്ലാതായി.
എന്നാൽ ഒരു സംഘം ആളുകൾ പരുമലയുടെ തീരത്ത് വീണ്ടും മധുരം വിളയിക്കുവാൻ മുന്നിട്ടിറങ്ങിയതോടെ വർഷങ്ങളായി തരിശു കിടന്ന സ്ഥലത്ത് വീണ്ടും കരിമ്പിൻ പൂവിൻ്റെ മനോഹാരിത പടർന്നു. ഇവിടെ വിളഞ്ഞ കരിമ്പ് ഇത്തവണ പന്തളത്തെ സ്വകാര്യ ചക്കുകാർക്കാണ് കൊടുക്കുന്നത്. അടുത്ത തവണ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിച്ച് ചക്കുൾപ്പെടെ വാങ്ങി ഇവിടെ തന്നെ ശർക്കര ഉൽപ്പാദിപ്പിക്കുവാനാണ് കർഷകർ ശ്രമിക്കുന്നത്. വലിയ ആഘോഷമായാണ് വിളവെടുപ്പ് നടത്തിയത്. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് രഘുനാഥൻ നായർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. OC രാജു, G ശ്രീരേഖ, മേരിക്കുട്ടി ജോൺസൺ, ഡൊമിനിക് ജോസഫ്, അഭിലാഷ്, ജോർജ് കുട്ടി, പ്രഭാ രഘു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. SNDP യോഗം ശാഖാ നമ്പർ 1A ചങ്ങനാശ്ശേരി ആനന്ദാശ്രമത്തിൽ മകരച്ചതയ മഹോത്സവത്തിന് കൊടികയറി. താന്ത്രികാചാര്യൻ ബ്രഹ്മശ്രീ മാഞ്ഞൂർ വിനോദ് തന്ത്രികളുടെയും ക്ഷേത്ര മേൽശാന്തി ജിബിലാഷ് ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്. വ്യാഴാഴ്ച രാവിലെ 5-ന് പള്ളി ഉണർത്തലോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. 5:30-ന് നിർമാല്യം, തുടർന്ന് ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, മഹാഗുരുപൂജ എന്നിവ നടത്തി. തുടർന്ന് 9-നും 9:45-നും മധ്യേ മീനൻ രാശി ശുഭമുഹൂർത്തത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്. 10 മുതൽ ഗുരുദേവ കൃതികളുടെ പാരായണം ആരംഭിച്ചു. ഗുരുദേവ ക്ഷേത്രത്തിൽ ശാഖാംഗം കിഴക്കേപ്പറമ്പിൽ ഗണേശൻ നിർമ്മിച്ചു നൽകിയ തിടപ്പള്ളിയുടെ സമർപ്പണവും വ്യാഴാഴ്ച നടത്തി. ക്ഷേത്രം തന്ത്രികളുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ ക്ഷേത്രവിധിപ്രകാരമുള്ള ചടങ്ങുകളോടെ SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട്, സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ എന്നിവർ തിടപ്പള്ളിയുടെ സമർപ്പണം നിർവഹിച്ചു. കാവാലം കുന്നുമ്മ പടിഞ്ഞാറ് പുതുപ്പറമ്പ് ശ്രീ യോഗീശ്വരൻ അമ്മാവൻ ക്ഷേത്രത്തിൽ പരിഹാരക്രിയകളും ഭദ്രകാളി പ്രതിഷ്ഠയും നടത്തി. വ്യാഴാഴ്ച രാവിലെ 7:30-നും 8-നും മധ്യയായിരുന്നു പ്രതിഷ്ഠാകർമ്മം. രാവിലെ 6:30-ന് ഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് ഭദ്രകാളി പ്രതിഷ്ഠയ്ക്ക് ശേഷം ദേവിക്ക് ചരാശുദ്ധിധാര, പഞ്ചഗവ്യം, പഞ്ചകം, കലശപൂജകൾ എന്നിവ നടത്തി. ഉച്ചയ്ക്ക് 1-നായിരുന്നു മഹാപ്രസാദമൂട്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5765 രൂപ, പവന് 46,120 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.